ഹലോ ഗൈസ്, ഇത് തള്ളുകഥ എന്ന് പറയുന്ന എൻ്റെ ഒരു പുതിയൊരു ചാനലാണ്. ചെറുതായിട്ട് വ്ളോഗ്സ് ഒക്കെ ഇടാനായിട്ട്. എന്തായാലും ഡെയിലി വ്ളോഗ്സ് അല്ല, ആരും പേടിക്കണ്ട. ഡെയിലി വ്ളോഗ്സ് ഇട്ട് വെറുപ്പിക്കത്തൊന്നുമില്ല. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകണതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിടാമെന്നൊരു മൈൻഡ് സെറ്റ് തുടങ്ങുന്ന ഒരു ചാനലാണ്. ഇത് പുറത്ത് പോകുമ്പോൾ വ്ളോഗ് ചെയ്തിടും. കുറേ ദിവസമല്ല, വർഷങ്ങളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് മാറ്റി വെച്ച സാധനം ഞാൻ ഇപ്പം ചെയ്യാൻ വേണ്ടി, ഇത് തുടങ്ങാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ പുറത്ത് വന്നാൽ നിങ്ങൾക്ക് കാണും. അല്ലെങ്കിൽ ഇതെൻ്റെ ഫോണിൽ എപ്പോഴും പോലെ സേവ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഫോണിൽ ഇങ്ങനെ വെച്ചിരിക്കും. അതുകൊണ്ട് ഈ സാധനം വന്നാൽ നിങ്ങൾ കാണും. വിഷ്ണു, ഇത് കിഷോർ, രണ്ടുപേരും നമ്മളെ നാട്ടിലുള്ളതാണ്. അപ്പോൾ കിഷോർ മാത്രം നമ്മളെ ഇവിടെ വരുള്ളൂ. നേരത്തെ കണ്ട വീഡിയോയിൽ കാണിച്ചതിൽ ഒന്ന് വിഷ്ണു, ഒന്ന് കിഷോറെ. ഇതാണ് കിഷോർ. ഇവന് ഞാനും അവൻ്റെ നാട്ടിൽ പോകണം. വിഷ്ണു നമ്മളെവിടെ ബസ് കിട്ടുന്ന സ്ഥലത്ത് ആക്കിയിട്ട് പോയി. ഞാൻ കിടന്ന് ഉറങ്ങി, ലേറ്റൊക്കെ ആയി. കറക്റ്റ് നമ്മൾ ഇറങ്ങേണ്ട സമയത്ത് ഇന്ന് താമസിച്ച് ഇറങ്ങി. ഞാൻ കിടന്ന് ഉറങ്ങി. ഇൻട്രോ എടുത്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഇപ്പം എഡിറ്റ്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു, ഇൻട്രോയിൽ പറഞ്ഞില്ല. നമ്മൾ എൻ്റെ പേര് പറഞ്ഞത്, നമ്മൾ നാട്ടിലോട്ടായിരുന്നു പോകണത്. ഞാൻ അത് പറയാൻ വന്നു. ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നാട്ടിൽ പോയിട്ടില്ല. എല്ലാവരും വെഡിങ് കിടക്കയെടുത്ത് നാട്ടിൽ പോയി, പക്ഷെ ഞാൻ പോയില്ല. അതുകൊണ്ട് ഞാൻ അന്ന് നാട്ടിൽ പോകണം. ഇവൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല, എനിക്ക് കോഴ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അന്ന് നാട്ടിൽ കെട്ടി പോവുകയാണ്. അതിനുള്ള നോക്കാം. ശരിയതാ, നമുക്ക് അടുത്ത ബസ്സൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇനി ടിൻ ഫാക്ടറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് കിട്ടുമോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ആവലളിക്ക് ബസ് എടുക്കണം. എടുത്തിട്ട് ടിൻ ഫാക്ടറി, അവിടെ നിന്ന് മെട്രോ അടിച്ച് ചാർച്ച് സ്ട്രീറ്റ് ഒക്കെ പോകും. ഇത് ബസ് വന്നു ഗായ്സ്. അങ്ങനെ ഇവിടെ നമ്മൾ ബസ് കയറി. നമ്മൾ വലിയ ബ്ലോഗറൊന്നും അല്ല, അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ കാണും, സൗണ്ട് കാര്യങ്ങളൊക്കെ. ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്ലാരിറ്റിയും വലുതായിട്ട് കാണത്തില്ല. മൈക്കില്ലാത്തതുകൊണ്ട് ഇതും കാണത്തില്ല. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ വരും. നമ്മളെ സൗണ്ട് കൂടുതൽ ഫോക്കസ് ആവത്തില്ല. അതുകൊണ്ട് കുറച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ഒക്കെ കാണുന്ന കഴിച്ച്. പിന്നെ അതാണ് കഴിച്ച് ഞാൻ പഠിച്ച കോളേജ്. ഇതാണ് നമ്മൾ പഠിക്കുന്ന കോളേജ്. ആ കോളേജിലാണ് ഞാനും കിഷോറും എല്ലാവരും പഠിക്കുന്നത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഭൂഗ്രം കോളേജാണ്. ഒരു ദിവസം അതിൻ്റെ കോളേജിലെ അങ്ങനെ. ഇതാണ് നമ്മളെ മെട്രോ. ടിൻ ഫാക്ടറി അല്ലെങ്കിൽ ബെലിങ്ങനാണ്. ഇതാണ് മെട്രോ. നമ്മളെവിടെ വന്നിട്ട് ചാർച്ച് സ്ട്രീറ്റൊക്കെ പോകണം. നമുക്കിത് അടുത്തുള്ള മെട്രോ. ഇതാണുള്ളതിൽ അടുത്തുള്ള മെട്രോ. പിന്നെ അവിടെ വെച്ച് പെട്ടെന്ന് ഓഫ് ചെയ്തത്, ബാക്കി കോളേജ് കാണിച്ചു തന്നിട്ട് ബാക്കി കാണിച്ചു തരാത്തത് ആൾക്കാരൊക്കെ ഒരുമാതിരി നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വേറെ കൂടുതലൊന്ന് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ മെട്രോ ഇറങ്ങി. ഒടുക്കത്തെ തിരക്കും കാര്യങ്ങളായിരുന്നു മെട്രോയിൽ. ഭയങ്കര തിരക്കുകൾ. എല്ലാവരും മെജസ്റ്റിക്ക് പോകാനുള്ള തിരക്കുകൾ ആണെന്നാണ് തോന്നുന്നത്. എനിക്കറിയുന്നതാണ്. നമ്മൾ ഇവിടെ ഇനി ചാർച്ച് സ്ട്രീറ്റ് കുറച്ച് നേരം കറങ്ങിയിട്ട് മടിവാല പോകും. എന്തായാലും ഒരു 2 മണിക്കൂർ പോസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, സ്ട്രൈക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. മടിവാലയിൽ നിന്ന് പിന്നെ പോകണം നാട്ടിൽ നമ്മൾ കന്യാകുമാരിയാണല്ലോ. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ പുരാതനമായ സ്ഥലത്തിലേക്കാണ് നമ്മൾ പോണത്. അങ്ങോട്ട് ഗൈസ്. ഞാൻ ഒന്ന് മറ്റേ സ്കാൻ ചെയ്താലേ പുറത്തിറക്കി വിടക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇറക്കി വിടത്തില്ല. ഞാൻ സ്കാൻ ചെയ്തിട്ട് അടുത്ത് വരാം. അങ്ങനെ നമ്മൾ സ്കാനൊക്കെ ചെയ്ത് ഇറങ്ങുവാണ്. താഴോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എസ്കലേറ്റർ. നീ കാർഡിയോ ചെയ്തു ആടെ. പണ്ട് ഞാനിങ്ങനെ കാർഡിയോ ആയിരുന്നു. ഇപ്പം
കാടി വയ്ക്കുന്നു വയസ്സ്. പണ്ട് ഈ എസ്കലേറ്ററിൽ നിൽക്കാൻ പറ്റത്തില്ല, ഫുള്ള് കിട്ടിലും തിരക്കായിരിക്കും, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ എസ്കലേറ്ററിൽ ഒരു ലോഡിന് ആൾക്കായിരിക്കും, അപ്പോൾ നമ്മൾ നടന്നു പോകും. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് എത്തത്തില്ല. അത് പറഞ്ഞിട്ട് കാടിയോ കാറേ അത് എത്തി. പിന്നെ ഞാനും ഇറങ്ങി. ഇതാണ് ചർച്ച് സ്ട്രീറ്റ് മെട്രോ. ഇവിടെ കുറേ കടയൊക്കെ ഉണ്ട്, കുറേ ബൊമ്മ പോലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കണ കടകൾ, അനിമിയുടെ സാധനങ്ങളൊക്കെ ആണ്, കുറേ അനിമി തിങ്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പെമ്പിളർക്ക് വളരെ ഷോപ്പിംഗ് പ്രോഡക്ട്സൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഞാൻ പറഞ്ഞു അനിമി വൺ പീസ് ലൂഫി ഒക്കെ ഇരിക്കുന്നു. എല്ലാവരും കാണും. പക്ഷെ നമ്മളെ കയ്യിൽ കാശൊന്നും സാധനം ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും മേടിക്കാൻ പറ്റൂല, അല്ലേ കിഷോറേ? കാശില്ലാത്തോണ്ട് നമുക്ക് മേടിക്കാൻ പറ്റൂല. കാശുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ അടുക്കി വയ്ക്കാം. ഇതാണ് ചർച്ച് സ്ട്രീറ്റ് മെട്രോ ഒരു എൻട്രൻസ് ഒക്കെ. ഇവിടെ ഒരു കിടിലും പിക്ചറൊക്കെ ഉണ്ട്. ഞാൻ അത് വിഷ്വലായിട്ടിടാം. ടീച്ചറെ എവിടെ നമ്മൾ കഴിക്കാൻ പോണത്? ഇവിടെ പാച്ചൂസിൽ കഴിക്കാൻ പോണേ. പാച്ചൂസിൽ ഇത് നമ്മളെ ബാക്കിൽ കാണുന്നതാണ് മറ്റേ വിഷ്വൽ. ഞാൻ പറഞ്ഞ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ പാച്ചൂസിലാണ് കഴിക്കാൻ പോണത് ഗൈസ്. പാച്ചൂസിൽ എന്ന് പറയണത് കിട്ടില്ല ഷവർമ. ഇപ്പൊ ഒരു കാറ് നമ്മളെ തൂക്കിക്കൊണ്ട് പോയാലേ, ഇല്ലേ കിഷാറേ? ഇവിടെ നമ്മൾ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിലൊക്കെ പോസ്റ്റേഴ്സ് വിൽക്കും. മറ്റേ നിറയെ ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റോളും കാര്യങ്ങളൊക്കെ ആണ്. ഒരു അപ്പൂപ്പ എവിടെ ഇരുന്ന് വയലിൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഇരുന്ന് വായിക്കും. അവിടെ കിഷോറിന്റെ ഫോട്ടോ എന്താണ് ബ്രോ സ്റ്റോറിയാ? ഓ എനിക്ക് മനസ്സിലായി നീ എന്തിനാണ് അടുത്തത്. മറ്റേ ഒരു പേജ് ഇടാനല്ലേ? എനിക്കത് മനസ്സിലായടാ മോനെ. പാച്ചൂസ് ഇന്നലത്തെ അല്ലമ്മന ഷവർമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. അല്ലമ്മന കൊള്ളായിരുന്നു, പക്ഷെ പഴയ ടേസ്റ്റ് ഇല്ല. അതന്നെ, അത് സത്യമാണ്, പഴയ ടേസ്റ്റ് ഇല്ല. അതിനെക്കാട്ടി നോക്കുമ്പോൾ പാച്ചൂസ് ഇപ്പം ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. പാച്ചൂസാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇതായിരിക്കും ഇതാ പാച്ചൂസ് റോഡ്. ഇതാണ് പാച്ചൂസ് റോഡ്. എനിക്ക് അതുമായിരുന്നു ജംബോ 2 ജംബോ മേടിച്ചു. ദുബായിൽ മാത്രം കിട്ടുന്ന ലബൂബ് ചർച്ച് സ്ട്രീറ്റ്. അങ്ങനെ ദുബായിൽ കിട്ടുന്ന ലബൂബ് ചർച്ച് സ്ട്രീറ്റ്. ഫ്രോസൺ ബോട്ടിൽ അങ്ങോട്ട് അത് ഒന്നാറുന്നല്ലേ ഒരാൾക്കുന്നല്ലേ പറഞ്ഞ. ഇല്ല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കും സ്റ്റാൻഡപ്പ് കോമഡി. എനിക്ക് ഒരു ദിവസം പോകണമെന്നുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി ഒരു കോൺസേർട്ടും പോകണമെന്നുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയും, കോമഡി ഉണ്ടാവും. ഇവിടെ കോമഡി മറ്റേ ഈ റീലില് നമ്മൾ കാണുമല്ലോ, ഇംഗ്ലീഷില് കുറെ പേര് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ അവന്മാരെന്നെ പറഞ്ഞിട്ട് അവന്മാരെന്നെ ചിരിക്കും. കുറെ ടോക്സിക് സാധനങ്ങൾ പറയും, അങ്ങനത്തെ സാധനങ്ങള്. അതിലും കുറെ നല്ല ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങേരെ ഫോട്ടോ ഒക്കെ അതിൽ ഇട്ടിരിക്കണം, നല്ല ആൾക്കാര്.
അങ്ങേരൊന്നും വരത്തില്ല എന്തായാലും. ഇവിടത്തെ ഉള്ള സാധനങ്ങളായിരിക്കും മിക്കവാറും. ഒരു ദിവസം ഇതിൻ്റെ അത് കയറണം. ഏത് നിറയെ സാധനങ്ങൾ നമ്മൾ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കണം. ഇത് ഗെയിമിങ് മറ്റേ ഇത്, പിന്നെ അതേപോലെ ഗോ കാർട്ട് ഒരു ദിവസം പോകണം. ഗോ കാർട്ട് പോകണം. പിന്നെയും കുറേ സ്ഥലങ്ങളുണ്ടാ പോവാ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് എവിടെ പോണേ? എന്തിനു വേണം? അതാണ് ഞാൻ ചോദിക്കണേ. നീ നടന്ന് ഞാനും നടന്ന്, നിന്റെ കൂടെ ഞാൻ ചാരതയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെന്റെ കാറിന്ന് എത്ര പ്രാവശ്യം മുട്ട വന്നറിയോ? പോണോ അങ്ങോട്ട്? അവിടെ ഒന്നില്ലല്ലോ. ഇല്ല ശരി. ചർച്ച് സ്ട്രീറ്റുകാർ പറ്റിച്ച്. ഇവിടെ പണ്ട് ഒരു ഫ്രോസൺ ബോട്ടിലുണ്ടായിരുന്നു, അത് പൊളിച്ചു മാറ്റിയിരിക്കണ്. ഞാൻ കുറെ ദിവസം വരാത്തോണ്ടേ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഫ്രോസൺ ബോട്ടിൽ കുടിക്കണ പ്ലാന് ക്യാൻസലായി. ഇപ്പൊ എന്ത് ചെയ്യുന്നറിയടാ. കണ്ടാ ഗൈസ്, ഇവിടെ ഒരു ഫ്രോസൺ ബോട്ടിൽ ഉണ്ടാ, ഇത് പൊളിച്ചു മാറ്റിയിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയടാ ഗൈസ്. ഇനി ഒപ്പേര ഹൗസിൽ കുറച്ചേരം സെക്യൂരിറ്റി വരട്ടെ വരെ ഒപ്പേര ഹൗസിൽ ഇരിക്കാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കാണാം. ഒപ്പേര ഹൗസിനകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്തിടാം. ഇതാണ് ഒപ്പേര ഹൗസ് ഗൈസ്. ഒപ്പേര ഹൗസ്. ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിടാം, അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല. ഞാൻ കേശവർ ഇവിടെ പമ്പം പോസ്റ്റൊക്കെയാ. പക്ഷേ രണ്ടുപേരും വിചാരിച്ച് ഇവിടെ ഏതെങ്കിലുമൊക്കെ സൂപ്പർ കാറൊക്കെ വരണമെന്ന് പറഞ്ഞാൽ എണ്ണിക്കൊണ്ടിരിക്കാതെ. പക്ഷെ ഒരു സൂപ്പർ കാർ വരണം. അത് ഇവൻ വരുമ്പോൾ സൂപ്പർ കാറൊന്നും വരത്തില്ല. അത് അങ്ങനെയാ. ഇവിടെ ഇരുന്നിപ്പോൾ ആകെ ഒരു ട്രയംഫ് മാത്രം കണ്ടത്. ഒരു ബൈക്ക് പോലും കണ്ടില്ല. നേരത്തെ ഫുള്ള് ആക്റ്റീവൊക്കെയാണ് വാർത്തകളെ. പോലീസിന് ഓട്ടോന് വേണ്ടി പോലീസ് അത് നേരത്തെ ഇവിടെ ഒരു ഓട്ടോക്കാരെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഇവരിവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തുന്നതാ. സത്യമാണ് 2 ഇന്റർവ്യൂ ഇട്ടിരുന്ന വ്ളോഗ് ചെയ്യണത് ചിരി വരുന്നേ എനിക്ക്. നമ്മൾ പണ്ട് ഇതേപോലെ തുടങ്ങാനൊക്കെ നിന്ന പല പ്ലാനും ഇട്ടതാ, എല്ലാം പൊളിഞ്ഞു. എങ്ങനെ വെച്ചാൽ പണ്ട് കാർത്തിക് സൂര്യയെ ഇൻസ്പയർ ചെയ്തിട്ട് ഒരു ഇത് വ്ളോഗ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ 2020 കൊറോണ സമയം ഞാൻ തുടങ്ങി എഡിറ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് ഇൻസെക്യൂരിറ്റി, മുഖം കൊള്ളൂല, സംസാരം കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടില്ല വ്ളോഗ്. അത് എൻ്റെ പഴയ ഫോണ് നശിച്ച് പോണ വരെ അത് ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പം പിന്നെ ഒരു ഗെയിമിങ് ചാനൽ, അതേ വർഷം തന്നെ തിരിച്ചൊരു ഗെയിമിങ് ചാനൽ തുടങ്ങി. അതും പിന്നെ 2 ലൈവ് ഇട്ടിട്ട് നിർത്തി. അത് കാസ്പർ ഇൻസ്പയറാണ്. പിന്നെ ഞാൻ ഇവനും കൂടെ ഒക്കെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ പ്ലാൻ. അതാരോ ആയിരുന്നു നമ്മളെ പേര് രൺവീർ അലാബാദിയാന്ന് പറഞ്ഞിട്ട് ബിയർ ബൈസപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അത് നോക്കിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കി, അതും നടന്നില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഗ്രാജുവേറ്റൊക്കെ ആയി അൺഎംപ്ലോയ്മെൻറ്റിലായിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയെന്നാ, എന്തായാലും അൺഎംപ്ലോയ്മെൻ്റ് അല്ലേ, നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാതെ പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ വേറെ ഇത് കോൾ മീ ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ഇത് വ്ളോഗറൊക്കെ വന്നിട്ടുണ്ട്. ഷസാം, ഇത് കോൾ മീ ഷസാമിൻ്റെ ചേട്ടൻ. അങ്ങേര് പക്ക ഇൻട്രോവേർട്ടും ഒരു ഞങ്ങളെ ടൈപ്പ് വീഡിയോ പോലെ നമ്മളുണ്ടാക്കിയ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സാധനമായിരുന്നത് ഇൻട്രോവേർട്ട് തിങ്സ്. അപ്പോൾ കണക്റ്റായി ഇൻസ്പയറായി നമ്മളിത് തുടങ്ങി എന്തൊക്കെയൊക്കെയോ പറയുന്നത്. ഇവിടെ പോസ്റ്റ് ഏറ്റവും ഇവിടെ കാറ് കണ്ടി പോലീസിനെ പോലീസിൻ്റെ അടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് 1 വർഷം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കേട്ടോ. അവള് നിർത്തരുത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സംസാരിക്കണമല്ല, ഇവനിങ്ങനെ സംസാരിക്കണമല്ല. ഇവ സംസാരിക്കത്തേ ഇല്ല, ഇതിൽ സംസാരിക്കണം, തല മാത്രമല്ല ആട്ടുക. ഞാൻ എന്തൊക്കെയോ കൊടാന്ന് പറയണേ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ കൈ. ജീവിതത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ കാണും. ഇപ്പോൾ നമ്മളിപ്പോൾ 2 മണിക്കൂർ ഇവിടെ ഇരിക്കും, ഇരുന്നിട്ട് മടിവാര പോകും.
ഗൈസ് അങ്ങനെയൊക്കെ ഒരു ബസ്സൊക്കെ കയറി നമ്മൾ പോസ്റ്റൊക്കെ കഴിഞ്ഞ് അതൊക്കെ വന്ന് അവിടെ മടിവാന എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ തിരക്കായിരുന്നു ബസ്സിൽ. ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ എത്തിയപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്ററിൻ്റെ അപ്പുറത്താണ് നമ്മളെ ബസ്സൊന്ന് നെഹദീരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. അങ്ങനെ ഉച്ചയാണ്. ബസ്സിൽ ലിയോ ദാസൊക്കെ ഇരിക്കണം ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒടുക്കത്തെ വിജയ് അവ എപ്പോഴും വരുന്ന ബസ്സാണ്. ഇപ്പം എൻ്റെ കൂടെ ആയിട്ട് ആ ബസ്സിൽ വരാതെ വേറെ ഏതോ ബസ്സിൽ കയറി വരണം. ഇത് അടുത്ത ലാലേട്ടൻ്റെ ബസ്. നേരത്തെ ലിയോ ദാസായിരുന്നു, ഇപ്പം ലാലേട്ട ഇവിടെ. ഇനി ആരൊക്കെ ഞാൻ കാണണോ എന്തോ ബസ്സിലൊക്കെ. ഗൈസ് അങ്ങനെ നാട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്ന് വീട്ടിൽ എത്തിയിട്ട് കഴിച്ചിരിയൊക്കെ കിടന്നുറങ്ങും. നാട്ടിൽ ഒരു മാറ്റമില്ല, നല്ല കാറ്റും ഒരു വണ്ടിയുമില്ല, സുഖം. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു ഗൈസ്. ഇനി പുതിയ വീഡിയോസൊക്കെ വരും. എനിക്കറിയാം ഈ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിറയെ ഒരുപാട് ഇങ്ങനെ സൗണ്ട് വരണുണ്ട്. വീഡിയോ ക്ലാരിറ്റി വരെ ശരിയില്ല. വ്ളോഗറൊന്നുമല്ല, പഠിച്ച് വരണുണ്ട്. എല്ലാം റെഡിയാകും. എല്ലാം റെഡിയാക്കി വെക്കാം. അടുത്ത വീഡിയോ വരണവരെ ബൈ.